കൊല്ലം അഞ്ചലിൽ വാടക വീട്ടിൽ മോഷണം. അഞ്ചൽ പനയഞ്ചേരി വാടകയ്ക്ക് താമസിച്ചു വന്ന ഏറം സ്വദേശി അജയന്റെ വാടക വീട്ടിലാണ് മോഷണം നടന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും നാണയത്തുട്ടുകളും നിക്ഷേപിച്ചിരുന്ന വഞ്ചിയും ഹാൻഡ് ബാഗും മോഷ്ടാക്കൾ അപഹരിച്ചു. ഇങ്ങനെ ഒരു സംഭവം നടന്നത്. നമ്മളെ ഒരു നിവർത്തിയില്ല. ഒരു വാടകയ്ക്ക് വന്ന് താമസിക്കുന്ന അവരുടെ കുഞ്ഞിൻ്റെ സ്വർണം അടിച്ചുകൊണ്ടുപോയി ആരാന്നറിയാൻ വയ്യ. ഞാൻ അറിഞ്ഞ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് ആ സെക്കൻഡിൽ തന്നെ പോലീസ് ഇവിടെ എത്തിച്ചേരുകയും അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്തു. നമ്മൾ അടുത്തുള്ള ക്യാമറ ഉള്ള വീടുകളെല്ലാം സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഇതാരാ ഈ അവരുടെ രേഖകൾ, അവരുടെ ബാങ്കിൻ്റെതും റേഷൻ കാർഡും ഉള്ള രേഖകളെല്ലാം കൊണ്ടുപോയി ആരായാലും അത് എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ട് എത്തിക്കാനുള്ള ഇത് നോക്കണം. നമ്മൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ പാവങ്ങൾ വന്ന് വാടകയ്ക്ക് കിടക്കുന്ന വീടാണ്. വലിയ ബന്ധുവസും നല്ല ബന്ധുവസും ഇത്രയും നാൾ ഇങ്ങനെയൊന്നും ഇവിടെ ആരും ഇത് ചെയ്ത് നമുക്ക് അറിവില്ല. അപ്പോൾ ഇത് ആര് കയറിയെന്നറിയാൻ വയ്യ. അത് സന്ധ്യയ്ക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ വന്നൊരു ഓട്ടോ കുത്തി തുറന്ന് അത് അദ്ദേഹം കണ്ടതുകൊണ്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ ആ ആളിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പോലീസ് ഇത് കണ്ടുപിടിക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു. ഈ പാവങ്ങളെ രേഖയും ആ കുഞ്ഞിൻ്റെ സ്വർണ്ണവും എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അജയന്റെ മാതാവ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. ഇതിനെ തുടർന്ന് അജയനും ഭാര്യ രജനിയും കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ ആശുപത്രിയിൽ പോയി. രാത്രി 10:30 അജയൻ മടങ്ങി വന്നപ്പോഴാണ് അടുക്കള കതക് തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അലമാര വാരി വലിച്ചിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. സ്വർണ്ണാഭരണങ്ങളും നാണയത്തൊട്ടുകൾ സൂക്ഷിച്ചിരുന്ന വഞ്ചിയും ബാഗും മോഷണം പോയ വിവരവും അറിയുന്നത്. സംഭവത്തിൽ അജയൻ അഞ്ചൽ പോലീസിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ പിടികിട്ടുവാനുള്ള നടപടികളും ആരംഭിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികളെ പിടികൂടുവാനുള്ള നടപടികളും അഞ്ചൽ പോലീസ് ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക് ട്രൂത്ത് വിഷൻ ന്യൂസ്. 3 ദിവസം ചെയ്ത് പിന്നെ 75% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം 4ാമത്തെ കണ്ടില്ല.